യേശുക്രിസ്തുവിന്റെ ജനന ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ദൃശ്യാവിഷ്കാരം ഒരുക്കി തിരുവനന്തപുരം പാളയം സെയിന്റ് ജോസഫ് കത്തോലിക്ക ദേവാലയം. ബത്ലഹേമിലെ കാലിത്തൊഴുത്തും ഉണ്ണിയേശുവിനെ കാണാനായി എത്തിയ രാജാക്കന്മാരും ആട്ടിടയന്മാരും തുടങ്ങി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചാണ് ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരിക്കുന്നത്. ജിബിൻ ജെബി ചേരുന്നു തത്സമയം. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാത്രമല്ല, ഹാപ്പി ക്രിസ്മസ് കൂടി ആശംസിക്കുകയാണ്. എത്രയും മനോഹരമായ ഒരു ദിവസമായിരിക്കട്ടെ നാളെ ക്രിസ്മസ് ദിനം എന്നുകൂടി ആശംസിക്കുന്നു. ജിബിൻ, കണ്ട വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കൂടെ പറഞ്ഞു കൊടുക്കാം. തന്നെയാണ്. അതായത് നമ്മുടെ ഈ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ക്രിസ്മസ് ആയാലും ഓണമായാലും എന്ത് ആഘോഷം വന്നു കഴിഞ്ഞാലും തിരുവനന്തപുരത്തെ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ പാളയമാണ്. കാരണം പാളയത്ത് പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ദീപാലങ്കാരവും ഇവിടുത്തെ ആഘോഷങ്ങളും ഒക്കെ എപ്പോഴും തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ചിൽ ഇത്തരത്തിലൊരു ദൃശ്യാവതരണം നടന്നത്. ഇത് യേശുവിൻ്റെ ജനനം നമുക്ക് പലർക്കും അറിയാമായിരിക്കും. പക്ഷേ എന്നാൽ പോലും അത് അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് കൂടി അന്നത്തെ നടന്ന സംഭവങ്ങളും ആരൊക്കെയാണ് അവിടേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് അറിയുന്നതിനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ആ ഒരു ദൃശ്യാവിഷ്കാരം അവിടെ അവർ ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഇതിൽ ആൾക്കാർക്ക് ഒരു കൗതുകം കൂടെ ഉണ്ടായി. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ യേശു ജനിച്ചത് പുൽത്തൊഴുത്തിലാണ്. അവിടെ ആട്ടിടയന്മാരുണ്ടായിരുന്നു, ആട്ടിൻ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ലൈവായിട്ടുള്ള ഒറിജിനൽ ആട്ടുകുട്ടിയെ വരെയാണ് അവർ അവിടെ നിർത്തിയിരുന്നത്. അങ്ങനെ ഒരു എന്താണ് പറയുക, നമ്മൾ നേരിട്ട് കാണുന്ന ഒരു പുൽക്കൂട് അതെങ്ങനെ ഒരു ലൈവാക്കി മാറ്റാമെന്നുള്ളത്. നമ്മൾ ഈ കൊച്ചു രൂപങ്ങളൊക്കെ വെച്ചാണ് വീട്ടിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ചെറിയ രൂപങ്ങൾ വയ്ക്കുന്നത്. ആ രൂപങ്ങളെല്ലാം അത് മാറിയിട്ട് യഥാർത്ഥത്തിൽ ജീവനുള്ള വസ്തുക്കളായിട്ടാണ് ഈ ഒട്ടകം ഒഴികെ ബാക്കിയെല്ലാം ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങളാണ് അവർ ആ ദൃശ്യാവിഷ്കാരത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഉണ്ണിയേശുവായിരുന്നാലും മാതാവായിരുന്നാലും ഔസ്യപിതാവായിരുന്നാലും എല്ലാം എന്താണ് പറയുന്നത്, എല്ലാം മനുഷ്യരായിരുന്നു. ജീവനുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുൽക്കൂട് അത് തന്നെയാണ് ഈ ഒരു ദൃശ്യാവിഷ്കാരത്തിലൂടെ അവർ മുന്നോട്ട് വെച്ചതും. മറ്റു കാര്യമെന്ന് പറയുന്നത്, ബൈബിള് വായിച്ചിട്ടുള്ളവർക്കും കുറച്ച് പേർക്കൊക്കെ നമുക്ക് ഇതിൻ്റെ കഥകൾ അറിയാം. പക്ഷേ അറിയാത്തവർക്ക് കൂടി എന്തൊക്കെയാണ് ഈ പുൽക്കൂട്ടിലുള്ളത്, അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ, ബൈബിളിൽ പറയുന്ന യേശുവിൻ്റെ ജനനം തൊട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ദൃശ്യാവിഷ്കാരമാണ് ഈ പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ നടന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അവിടെ വലിയ രീതിയിലുള്ള ദീപാലങ്കാരം ഒക്കെ തന്നെ ഈ ക്രിസ്മസിനെയും ന്യൂ ഇയറിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും അധികം ആളുകൾ വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം പാളയം പള്ളി എന്ന് പറയുന്നത് വിവിധ ദേവാലയങ്ങളുടെ കാര്യങ്ങൾ ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ഒന്ന് പാളയം പള്ളിയാണ്. പാളയം പള്ളിയിലെ ഒരു ഓർമ്മ കൂടി എനിക്കുണ്ട് ജിബിൻ. അതായത് ക്രിസ്മസിൻ്റെ അന്ന് തൊട്ടടുത്ത ദിവസമാണല്ലോ ക്രിസ്മസ്. പാതിരാ കുർബാനയുടെ സമയത്ത് ഈ മാധ്യമങ്ങളൊക്കെ ലൈവ് ടെലികാസ്റ്റിന് വേണ്ടി ക്യാമറ വയ്ക്കാറുണ്ട് അതിൻ്റെ ഗോപുരത്തിന് മുകളിൽ. ഇപ്പോൾ അതിന് സാധ്യതയുണ്ടോ, കയറ്റി വിടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ക്യാമറ വയ്ക്കുന്ന സമയത്ത് ആ ഗോപുരത്തിനുള്ളിൽ നിന്ന് ഏറ്റവും മുകളിലിരുന്ന് ഈ കുർബാന നടക്കുന്ന ഹാള് കാണാനും അവിടുത്തെ ദൃശ്യങ്ങൾ കാണാനും ഒക്കെ ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ജീവന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.